ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സീനായിരുന്നു ടൈറ്റിൽ സീൻ. നിഗൂഢമായ തലങ്ങളിലേക്ക് വിഭ്രാത്മകമായി മനസ്സ് സഞ്ചരിക്കുന്നതിൻ്റെ വിഷ്വൽ. അതിന് വളരെയേറെ ഇടുങ്ങിയ ഒരു സ്ഥലം വേണം എന്ന് കമൽ കലാസംവിധായകനോടും അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും പറഞ്ഞു. ആരോ പറഞ്ഞറിഞ്ഞു ഭാരതരാജയുടെ കടലോര കവിതകൾ എന്ന ചിത്രത്തിൽ ഇത്തരമൊരു സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അന്വേഷിച്ചപ്പോൾ നാഗർകോവിലിനടുത്ത് മുട്ടം എന്ന പ്രദേശത്താണെന്ന് മനസ്സിലായി. കമലും കൂട്ടരും ആ സ്ഥലം ചെന്ന് കണ്ടു. ഇത് തന്നെ മതി എന്ന് ഉറപ്പിച്ചു. കമൽ ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ശരീരത്തിൽ കെട്ടിവെച്ച് ഉപയോഗിക്കാവുന്ന സ്റ്റഡി ക്യാം എന്ന ക്യാമറയാണ് ഈ രംഗത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. മലയാള സിനിമയിൽ അന്ന് ആദ്യമായി സ്റ്റഡി ക്യാം ഉപയോഗിച്ച് ഷോട്ടുകൾ എടുക്കുന്നത് ഈ സിനിമയിലാണ്. ഇത് കൈകാര്യം ചെയ്തത് ഇന്നത്തെ പ്രശസ്ത ഛായാഗ്രഹകനും സംവിധായകനും എഴുത്തുകാരനുമായ രാജീവ് മേനോനാണ്. പൊതുവെ ഛായാഗ്രഹണത്തിൽ നോർമൽ ഫ്രെയിംസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന് 24 ഫ്രെയിമുകൾ എന്ന രീതിയിലാണ്. ഈ രീതിയെ ഒരു സെക്കൻഡിൽ 12 എന്ന രീതിയിൽ കുറച്ചു. അപ്പോൾ ഫിലിമിലുള്ള ചലന വസ്തുവിന്റെ വേഗത കൂടും. ഇങ്ങനെ ഇടുങ്ങിയ വഴിയിലൂടെ അമിത വേഗതയിൽ ദൃശ്യം മുന്നിലേക്ക് നീങ്ങുന്നു എന്ന തോന്നലുണ്ടാക്കുവാൻ സ്റ്റഡി ക്യാമിൽ സെക്കൻഡിൽ 12 എന്ന രീതിയിൽ ഷൂട്ട് ചെയ്തു.